ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പൊന്ന വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയില്ലേ, അപ്പോൾ നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് റെഡ് കളർ പേപ്പറാണ്. റെഡ് കളർ പേപ്പർ, പശ, പിന്നെ സ്കെയിലോ അല്ലെങ്കിൽ കത്രികയോ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു സ്കെയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അത് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ? ഫസ്റ്റ് ഒരു പേപ്പർ എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ മടക്കി കൊടുക്കാം കേട്ടോ. ഇവിടെ ഒരുപോലെ ആകണം. ആ ഒരു രീതിയിൽ ഇവിടെ ഫുൾ അങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കി കൊടുക്കണേ. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ സ്കെയിലെടുത്ത് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തു മാറ്റി. ഈ പേപ്പർ നമുക്ക് ഇനി ആവശ്യമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ സ്റ്റാറൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇപ്പുറം ഇതുപോലെ തന്നെ മടക്കി കൊടുക്കാം. ഇത് നമ്മൾ ഇതുപോലെ തന്നെ മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഈ അടിയിലുള്ള ഈ ഒരു ഭാഗം കണ്ടോ, ഇത് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ. അതിനുശേഷം ഈ ഒരു വര പോലെ കണ്ടോ, നമ്മൾ അടയാളപ്പെടുത്തിക്കണതാണ്. അടയാളപ്പെടുത്തി ഇങ്ങനെ മടക്കിപ്പോൾ അപ്പോൾ ആ വരയുടെ നേരെ നമ്മൾ ഈ ഒരു ഭാഗം എടുത്ത് മടക്കി കൊടുക്കണം. നമുക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഇപ്പുറത്തെ സൈഡ് മടക്കി കൊടുക്കണം. രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ പശയാണ്. പശ എടുത്തിട്ട് നമുക്ക് ഈ ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഇത്ര ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ പകുതി ഇതിനകത്ത് ഒട്ടിച്ചേണ്ട കേട്ടോ. പക്ഷെ നമ്മൾ പുറത്തേട്ട് ഇത് പോകില്ല കേട്ടോ. പുറത്തേട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മറ്റു സ്ഥലത്തായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുവേ. ഇതുപോലെ നമ്മൾ പശ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തോട്ട്. അതിനുശേഷം ഈ രണ്ട് ഭാഗം നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. രണ്ട് ഭാഗവും നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടിക്കുമ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒട്ടിക്കുമ്പോൾ ഈ ഭാഗത്തെ നമ്മൾ ഇതുപോലെ ആവണം കേട്ടോ. ഇത് ചേർന്ന് ഒരിക്കലും ഒട്ടിക്കല്ല കേട്ടോ. ഇതുപോലെ ആക്കി എടുക്കണേ. ഇങ്ങനെ നമുക്ക് 5 പേപ്പർ ഇതുപോലെ തന്നെ ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയാണ് നമ്മുടെ സ്റ്റാറിൻ്റെ മെയിൻ പരിപാടിയിലായിട്ട് നമ്മൾ കിടക്കുന്നത് കേട്ടോ. ഇത് ഒട്ടിക്കേണ്ട പരിപാടിയിലിട്ട് ഫസ്റ്റ് നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റാർ ഇങ്ങനെ പേപ്പർ നമ്മൾ ചെയ്ത് വെച്ചില്ല, അതെടുക്കുക. വേറെ ഒരെണ്ണോടെ എടുക്കുക. അതിനുശേഷം പശ ഈ ഇത്ര ഭാഗത്തായിട്ട് നമ്മൾ തേച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പുറത്തേട്ട് പോകല്ലേ, ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. നമുക്കൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് കട്ട പിടിച്ചിരിക്കും, പിന്നെ തെന്നി പോകാൻ തുടങ്ങും. നമുക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം. കൈയിലായി ഇനി നമുക്ക് അതേ രീതിയിൽ ഇങ്ങനെയൊന്നും പോയല്ലേ, ഇതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഒട്ടിച്ചു. ഓക്കെ, രണ്ടെണ്ണം അങ്ങനെ ഒട്ടിച്ചെടുത്തേണ്ട കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി 3 എണ്ണങ്ങൾ ഒട്ടിക്കാണ്ട് കേട്ടോ. ഞാൻ ഇപ്പം തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ ഗൈസ്. നമ്മളിത് പിന്നെ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. പശ അതുപോലെ തന്നെ നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ചാണ് ആഡ് ചെയ്യുന്നത്. കുറേ ആഡ് ചെയ്താൽ ഞാൻ ആദ്യം പറഞ്ഞില്ല, അതുപോലെ തന്നെ വഴുതി പോകും, പിന്നെ അത് ശരിയാവില്ല. നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ ആക്കി കൊടുക്കണം. മൂന്നാമത്തെ നമ്മൾ അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ
ഇപ്പൊ തന്നെ ചെറിയൊരു സ്റ്റാറിന്റെ ലുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മള് ഓർമ്മ എന്തിപ്പോ വലുതായിപ്പോയി, അതൊന്നും സാരില്ല കേട്ടോ. അടുത്ത് നമ്മള് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം പശ. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടെണ്ണം കൂടെ ഒട്ടിച്ചെടുത്തിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഇങ്ങനെ ഒട്ടിച്ചെടുത്തോ. ഞാൻ അതുപോലെ എല്ലാം ഒട്ടിച്ചെടുത്തേണ്ട കേട്ടോ. ഇനിയിപ്പോ നമുക്കത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് നമുക്കിത് ഇതുപോലെ നമ്മൾ ഞാൻ കാണിക്കാനുള്ള കാണിക്കണേ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വള്ളിയൊക്കെ ഇതാക്കി കൊടുക്കാം. പക്ഷെ ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ ഗൈസ്. വള്ളി കെട്ടുവാണെങ്കിൽ തന്നെ നമ്മൾ ഇപ്പൊ തന്നെ കെട്ടണം കേട്ടോ. കെട്ടുവാണെന്ന് വെച്ചാൽ ഇവിടെ പശ വെച്ചിട്ട് ഇവിടെ വള്ളി വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഒട്ടിക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ആക്കി കൊടുക്കട്ടെ. ഇങ്ങോട്ടായിരുന്നു സോറി. നോക്കൂ ഗായ്സ്, നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. മെയിനായിട്ട് നമുക്ക് ഇവിടെ കൂടെ പശ തേച്ച് കൊടുക്കണം. നല്ല രീതിയിൽ പശ തേച്ച് കൊടുത്തുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതുപോലെ നമുക്കത് ഈ ഭാഗം നമുക്ക് ഇങ്ങോട്ടേക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഈ നടുക്ക് എന്തെങ്കിലും ചുളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ശരിയാക്കണം കേട്ടോ. ഒട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതാക്കാൻ പറ്റില്ല. ഇതുപോലെ കേട്ടോ, പൂർണ്ണം വലിയതായത് നമുക്ക് ശരിയാക്കാം കേട്ടോ. കാട്ടി തന്നെ ഞാൻ. അപ്പൊ ഇനി നമ്മളിതേ ഇതാണ് നമ്മുടെ റെഡിയായ സ്റ്റാർ. ഇനിയിപ്പോ ഈ ഒരു ഇത് ഇച്ചിരി വീതി കൂടിയൊന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വിടർത്തി കൊടുത്താൽ മതി കേട്ടോ. ഓക്കേ, നമ്മുടെ സ്റ്റാർ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റാർ. നല്ല രസമല്ലേ കാണാൻ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുക്കും. ഹോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കാട്ടോ. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് ഞാൻ പിന്നെ വരാം കേട്ടോ.